ഈ നേരം വെളുക്കുന്ന മുമ്പേ ഞാൻ എങ്ങോട്ടാണ് പോണേന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഓറയുടെ കന്നി ഓട്ടമാണ്. അങ്ങനെ നമ്മൾ പാസഞ്ചറിനെ പിക്ക് ചെയ്ത് നേരെ പോകുന്നത് വർക്കല പാവനാശത്തിലേക്കാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും കൊടും മഴ. കുറച്ച് നേരം വണ്ടി തന്നെ അങ്ങനെ സ്റ്റക്കായിപ്പോയി. അങ്ങനെ നേരെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടപ്പം വണ്ടിക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അവിടെ നേരെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് മുന്നേ തന്നെ അവിടെ ഇപ്പുണ്ട്. അപ്പം ഞാൻ മുകളിൽ നിന്നൊക്കെ കുറച്ച് വ്യൂസൊക്കെ എടുത്ത് നല്ലൊരു വൈബായിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രാവിലെ തന്നെ എനിക്ക് നല്ല രീതിക്ക് വിശപ്പടിച്ചു. പിന്നെ ഒരു പരിപ്പോടെയും ഹോർലിക്സ് കിട്ടാത്തത് കൊണ്ടൊരു ചായയും കുടിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. പൊതുവേ ബലിതർപ്പണം ചെയ്യുന്നത് കാക്കയ്ക്കാണെങ്കിൽ ഇവിടെ മൊത്തം പ്രാവായിരുന്നു. പിന്നെ എനിക്കൊരു സംശയം തോന്നിയത് ഒരു ക്ലിഫിൻ്റെ താഴെ ഇരിക്കുന്ന അമ്പലമാണ്. ഈ മണ്ണ് വല്ലതും മറിഞ്ഞു വന്നാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നും കൊണ്ട് ഇങ്ങനെ കടലിലോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പം വല്ലാത്തൊരു ശാന്തത എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടു. ഈ കോവിലിൻ്റെ അന്തരീക്ഷവും ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരും എല്ലാം ഭയങ്കര കാമായിട്ടിരിപ്പുണ്ട്. പിന്നെ ഈ മരങ്ങളുടെ കാര്യം നല്ല രീതിക്ക് തണൽ തരുന്നുണ്ട്. എനിക്കിവിടെ എത്ര ഇരുന്നിട്ട് മതിയാവുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് ഒരുപാട് ശാന്തമായി തോന്നിയതായിട്ട് എനിക്ക് തോന്നി. പിന്നെ എടുത്തു പറയാനുള്ളത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് ബീച്ച് അപ്പോഴപ്പോഴായിട്ട്. ഇവിടെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോണ വഴിക്കുള്ള ശ്രീ വിനായക ഭവനിൽ കയറി. ഇവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഞാനൊരു പൊടി ദോശയാണ് എടുത്തത്. ദോശയുടെ പല വെറൈറ്റികളും ചേച്ചി അളിയനെ കൊണ്ട് തീറ്റിച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് അളിയൻ്റെ ഫാമിലിയാണ്. രാവിലെ ഹോർലിക്സ് കിട്ടാത്തതിൻ്റെ വിഷമം ഞാനങ്ങ് തീർത്തു. പിന്നെ എല്ലാവരും വന്ന് വണ്ടിയിൽ കയറാനുള്ള യുദ്ധം തുടങ്ങി. അങ്ങനെ വണ്ടി ഫുള്ളാക്കിയിട്ട് നേരെ നമ്മുടെ ബൈപ്പാസ് പിടിച്ച് വീട്ടിലേക്ക് എല്ലാവരെയും സേഫായിട്ട് വീട്ടിലെത്തിച്ചു. അങ്ങനെ നേരെ ഗ്രീസ് അടിക്കാൻ കയറ്റി. അപ്പോഴാണ് ഇവിടുത്തെ ചേട്ടൻ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഗ്രീസ് അടിച്ചിട്ട് വെറുതെ പോവുമല്ല, വണ്ടിയുടെ അടിയിൽ കയറി എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. വണ്ടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ബ്രഷ് ഇല്ല. അപ്പോൾ ഞാൻ പോയൊരു ബ്രഷ് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, ബൈ.